വീണ്ടും വാർത്തകളിലേക്ക്. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾക്ക് 1 കോടി രൂപയുടെ വായ്പാ വിതരണം നടത്തി. കൊടുങ്ങല്ലൂർ OK ഹാളിൽ നടന്ന ചടങ്ങ് SNDP യൂണിയൻ കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രസിഡന്റ് ഉമേഷ് ചള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ കാലയളവിൽ 20 കോടി മേലെ രൂപ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആരാധനാ ജനറൽ സെക്രട്ടറി സഹായത്തോടെ ധനലക്ഷ്മി ബാങ്കിന്റെ സഹായത്തോടെ നമുക്ക് ലഭിച്ചു. മൈക്രോ ഫിനാൻസിന്റെ ആദ്യപടി നമ്മൾ കടന്നുപോയിട്ട് വർഷങ്ങൾ ഒത്തിരിയായി. പക്ഷെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. വളരെ അപൂർവ മേഖലയിൽ മാത്രമേ ചെറുകിട വ്യവസായങ്ങൾ ആരംഭിച്ചിട്ടുള്ളൂ. അതിനുശേഷം മൂന്നാമതാണ് വൻകിട വ്യവസായങ്ങൾ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ തരത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് ഒത്തിരി കടമ്പകൾ കടന്നുപോയിട്ടുള്ളൂ. ആദ്യമായി ഒരു വൻകിട വ്യവസായത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളതിന്റെ ഒരു കേന്ദ്രീകൃത വിപണന മേഖല സൃഷ്ടിച്ചെടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമനപരമായിട്ട് യൂണിയൻ 10 വർഷങ്ങളായിട്ട് പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ യൂണിയന്റെ ബില്യം തിരിച്ചു കിട്ടാനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു നേതൃകാല പ്രസംഗത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ കൂടി 2 വാക്ക് പറയാം. മൈക്രോ ഫിനാൻസിന്റെ കൂടുതൽ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി അതിനെ ഒരു കാർഷികേതര സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് സ്ത്രീകളെ പങ്കാളിയാക്കിക്കൊണ്ട് അതിലൂടെ കൂടുതൽ സാമ്പത്തിക മേഖലയിലേക്ക് കടന്നതിനാണ് നടപടി സ്വീകരിക്കണം തീരുമാനം യൂണിയൻ എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൈക്രോ ഫിനാൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നമ്മുടെ സഹോദരിമാരെ അറിയാതെ പോകുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. SNDP യൂണിയനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള SNDP പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം ഇന്നും ഒട്ടേറെ വിഷയങ്ങൾ നിലനിൽക്കുന്നു. സെക്രട്ടറി PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ധനലക്ഷ്മി ബാങ്ക് മാനേജർ ശശികുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ബേബി റാം, CB ജയലക്ഷ്മി ടീച്ചർ, MK തിലകൻ, KG ഉണ്ണികൃഷ്ണൻ, EG സുഗതൻ, ഡോളി ദിൽഷൻ, ശിവജി നടുമുറി, ദിൽഷൻ കൊട്ടേക്കാട്ട് എന്നിവരും സംസാരിച്ചു. എറവ് സെന്റ് തെരാസസ് കപ്പൽ പള്ളിയിലെ വിശുദ്ധ കൊച്ചുത്രേസ്യാമ്മയുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് റോസാപ്പൂ വിതരണം നടത്തി. പള്ളിയിലെ തിരുനാളിന് മുന്നോടിയായി ഇടവക മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വർഗത്തിൽ നിന്നും പനിനീർ പുഷ്പങ്ങൾ വർഷിച്ചുവെന്ന വിശ്വാസത്തിന്റെ ഭാഗമായാണ് വിശ്വാസികൾക്ക് സൗജന്യമായി റോസാപ്പൂക്കൾ നൽകുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് കപ്പൽ പള്ളിയിലെ തിരുനടയിലെത്തിയ എല്ലാ ജാതി മതസ്ഥർക്കും വീട്ടമ്മമാർ പല നിറത്തിലുള്ള റോസാപ്പൂക്കൾ വിതരണം ചെയ്തു. കർണാടകയിലെ ഗ്രാമങ്ങളിൽ നിന്നും ബാംഗ്ലൂർ, ഹൊസൂർ എന്നിവിടങ്ങളിലെ റോസാ പൂന്തോട്ടങ്ങളിൽ നിന്നുമാണ് 1,50,000-ഓളം റോസാപ്പൂക്കൾ നേരിട്ട് പള്ളിയിൽ എത്തിച്ചത്. തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ ആദ്യ റോസാപ്പൂ ഏറ്റുവാങ്ങി. തുടർന്ന് വിശ്വാസികൾക്ക് റോസാപ്പൂക്കൾ വിതരണം ചെയ്തു. ദിവ്യബലിക്ക് മധ്യേ വിശ്വാസികൾ റോസാപ്പൂക്കൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ മാർ റാഫേൽ തട്ടിൽ പുഷ്പങ്ങൾ ആശീർവദിച്ചു. പട്ടികജാതി ക്ഷേമസമിതി നാട്ടിക ഏരിയ സമ്മേളനം ഏങ്ങണ്ടിയൂരിൽ ആരംഭിച്ചു. ഏങ്ങണ്ടിയൂരിൽ നിന്നും പൊക്കുളങ്ങരയിലേക്ക് നടന്ന പ്രകടനത്തിന് ശേഷം പതാക ഉയർത്തി. പട്ടികജാതി ക്ഷേമ സമിതി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം CPIM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമസമിതി ഏരിയ പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായിരുന്നു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുനിൽ, പ്രൊഫസർ KD ബാഹുലയൻ, KR സാംബശിവൻ, KA വിശ്വംഭരൻ, EMA ഹാരിസ് ബാബു തുടങ്ങിയവരും സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ള ആലോചനാ യോഗം തളിക്കുളത്ത് നടന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ TR ചന്ദ്രദത്ത്, PM അബ്ദുൽ ജബ്ബാർ, സാമി പട്ടരപുരയ്ക്കൽ, ഗീതാ വിനോദൻ എന്നിവരും സംസാരിച്ചു. ശിശുക്കൾ, കൗമാരപ്രായക്കാർ, സ്ത്രീകൾ, വയോജനങ്ങൾ എന്നിവർക്ക് പുറമെ ജീവിതശൈലി രോഗികൾ, വിഭിന്നശേഷിയുള്ളവർ,
എന്നിവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള ആരോഗ്യ സർവകലാശാലയ്ക്കൊപ്പം സംയോജിത മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് കോളേജുകളുമാണ് പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതിക സഹായം നൽകുന്നത്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 3 ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ജനകീയ ചികിത്സാലയം സ്ഥാപിക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 8 മണി വരെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പ്രാഥമിക പരിശോധനകൾക്കൊപ്പം മരുന്ന് വിതരണവും ലഭ്യമാക്കും. ദേശീയപാത വികസനത്തിനായി സ്ഥലമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 3ാം തവണയും സർക്കാർ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതിൽ NH ആക്ഷൻ കൗൺസിൽ യോഗം പ്രതിഷേധിച്ചു. നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച പത്രപേജുകൾ കത്തിച്ചുകൊണ്ടാണ് എടമുട്ടത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. CPIML സംസ്ഥാന സെക്രട്ടറി PN പ്രവിന്ദ്, വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഷാജഹാൻ, സുധീർജി കൊല്ലാറ, VD നിഷാദ്, AG ധർമ്മരത്നം, PM ഷംസുദ്ദീൻ, ND വേണു, RA മുഹമ്മദ്, ബാലകൃഷ്ണൻ കാക്കര, അബൂബക്കർ, സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി പുതിയ വിജ്ഞാപനവുമായിട്ടാണ് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ വിജ്ഞാപനം എന്തുകൊണ്ട് റദ്ദായി എന്ന് നമ്മൾ ആലോചിക്കണം. ജനങ്ങളുടെ അതിനിശ്ചിതമായ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും തടയലുകൾക്കും കാരണമായിട്ടാണ് ഇത് റദ്ദായിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ റദ്ദായത് വീണ്ടും വീണ്ടും കരിനിയമങ്ങളായി കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. ഇത് ജനങ്ങൾക്ക് ചുട്ട മറുപടി നൽകുക എന്നല്ലാതെ അവർക്ക് പാഠം പഠിക്കുന്ന പ്രശ്നമില്ല. ഈ ചുട്ട മറുപടിയാണ് ഇനി നൽകേണ്ടത്. ഇതിന്റെ പ്രതിനിധികളെ എവിടെ ലോക്സഭയിൽ നിർത്തിയാലും അവർക്ക് കെട്ടിവെച്ച കാശ് നഷ്ടമാകുന്ന രീതിയിൽ തോൽപ്പിച്ചു വിടണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും മൂർത്തമായ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം സ്ഥാനാർത്ഥികൾ നിന്നാൽ മതി തോറ്റുപോകും എന്നൊരു മെസ്സേജ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ദേശീയപാത പെട്ടെന്ന് വികസിപ്പിക്കണം. അത് 30 മീറ്ററിലാകണം. അത് BOT-കാർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള മുദ്രാവാക്യം ഇവിടെ എല്ലാ ജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു. ഗവൺമെന്റ് മാത്രമാണ് ഏറ്റെടുക്കാത്തത്. ഗവൺമെന്റ് മുജാഹിദ് 8ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മതം, മാനവികത, നവോത്ഥാനം എന്ന പേരിൽ സൗഹൃദ ചർച്ചാ സംവാദം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കൊപ്രക്കളം സെന്ററിൽ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ മത നേതാക്കൾ സംബന്ധിക്കും. കഴിഞ്ഞയാഴ്ച സൗദിയിൽ നിര്യാതനായ ചളിങ്ങാട് സ്വദേശി പുഴങ്കരയിലെത്ത് അമ്മു കുഞ്ഞിയുടെ മകൻ നാസറിന്റെ ഖബറടക്കം ഞായറാഴ്ച നടക്കും. രാവിലെ 9 മണിക്ക് ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദിൽ ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടക്കുക. വീണ്ടും പ്രധാന വാർത്തകൾ. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. സത്യേഷ് ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ BJP അവയവദാന സമ്മതപത്രം കൈമാറൽ സംഘടിപ്പിച്ചു. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾക്ക് 1 കോടി രൂപ സഹായം നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.